അറിയുമോ? ഒരു മനുഷ്യൻ അല്ലാഹുക്ക് പ്രിയങ്കരനാണെങ്കിൽ അവനൊരു സങ്കടം വരുമ്പോ, അവനൊരു വേദന വരുമ്പോ, അവനൊരു രോഗം വരുമ്പോ, അവൻ അല്ലാഹുവിന്റെ മുന്നിൽ എന്റെ രോഗം മാറ്റിത്താ അല്ലോ, എനിക്ക് സഹിക്കുന്നില്ല റബ്ബേ എന്ന് നിലവിളിക്കുമ്പോ അല്ലാഹ് ജിബ്രീലിനെ വിളിച്ചിട്ട് പറയുന്നത് എന്തെന്നറിയോ? ഏ ജിബ്രീലേ, എന്റെ ദാസന്റെ വിളി കേട്ടില്ലേ? ആ ദാസന് നീ ആവശ്യമായത് കൊടുക്കണം കേട്ടോ, പക്ഷെ പെട്ടെന്നൊന്നും കൊടുക്കല്ലേ. അവന്റെ വിളി എനിക്ക് വല്ലാത്ത ഇഷ്ടമാ, അവന്റെ കരച്ചിൽ എനിക്ക് വല്ലാത്ത കൊതിയാ, എനിക്ക് അവനോട് വല്ലാത്ത സ്നേഹമാ. അതുകൊണ്ട് പെട്ടെന്ന് കൊടുത്താൽ അവനാ ദുആ നിർത്തിക്കളയൂ. അവൻ ചോദിച്ചോണ്ടിരിക്കട്ടെ, അവന് മതിയായത് ഞാൻ കൊടുത്തോളാ. ഇനി അല്ലാഹുക്ക് പ്രിയങ്കരനല്ലാത്ത ഒരാളാണ് ചോദിക്കുന്നതെങ്കിലോ ജിബ്രീലിനെ വിളിച്ചിട്ട് പറയും, ജിബ്രീലേ, അവന്റെ വിളി എനിക്ക് അരോചകമാ, അവന്റെ വിളി എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയാ, അതുകൊണ്ട് കൊടുക്കൂ പെട്ടെന്ന് ജിബ്രീൽ. അവന് പെട്ടെന്ന് കാര്യം നേടുന്നു. കണ്ടിട്ടില്ലേ, പള്ളിയിൽ കയറി നിസ്കരിക്കുന്നവൻ ആപത്തും വിഷമങ്ങളും സങ്കടങ്ങളും ദാരിദ്ര്യവും കട്ടപ്പാടുകളുമാ. പള്ളി കയറാത്തവനെ അല്ലാഹു ഇങ്ങനെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരിക. പകയന്മാരെ പടച്ചോ പന പോലെ ഉയർത്തുമെന്ന് കേട്ടിട്ടില്ലേ? എന്തിന്റെ പേരിലാണ്? അവന്റെ നിലവിളി അല്ലാഹുക്ക് അരോചകമാണ്, അല്ലാഹുവിന് വല്ലാത്തൊരു അസ്വസ്ഥതയാണ് അവന്റെ വിളി. എന്നാൽ അല്ലാഹുക്ക് പ്രിയങ്കരനായ ഒരു മനുഷ്യൻ ദുആ ചെയ്യുമ്പോ അല്ലാഹുക്ക് ആ വിളി വല്ലാത്ത ഇഷ്ടമായത് കൊണ്ട് വീട്ടിൽ നിന്ന് ഈ പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തര് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാ. നെടുങ്ങോട്ടൂർ ടൗണിലെത്തിയപ്പോൾ മക്കള് വിളിച്ചു പറയുന്നു, മോൻ വിളിച്ചു പറയുന്നു, വാപ്പി വാപ്പിച്ചാ എനിക്കൊരു മിഠായി ചോക്ലേറ്റ് വാങ്ങി വരുവോ? മക്കളോട് അങ്ങേറ്റം ദയയുള്ള സ്നേഹമുള്ള കരുതയുള്ള ആർദ്രതയുള്ള വാപ്പാ ഒരു ചോക്ലേറ്റ് വാങ്ങി പോക്കറ്റിലിട്ടു. വീട്ടിൽ വന്നപ്പോൾ വഴിയിൽ വഴിക്കണ്ണ് നോക്കി കാപ്പ് നിന്നിട്ട് മോൻ ചോദിക്കുന്നു, ചോക്ലേറ്റ് എവിടെ? നമ്മൾ പറയും വാങ്ങിയില്ല. പോയിന്റിന്റെ പോക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് വാങ്ങിയില്ല എന്ന് പറഞ്ഞു കേട്ടപ്പോ ആ മകന് കിണുങ്ങാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. അവസാനം കരഞ്ഞ് 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 കയ്യിൽ കാണുന്നതും കണ്ണിൽ കാണുന്നതും ഒക്കെ എടുത്തെറിയാൻ തുടങ്ങി. അവസാനം അവൻ നിലവിളിച്ചു, എന്നിട്ട് പൊട്ടിക്കരഞ്ഞു. അപ്പോഴൊന്നും നീ കൊടുത്തില്ല. നീ എന്താ കൊടുക്കാത്തത്? മോനോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? അല്ല, അവന്റെ കരച്ചിൽ കണ്ടിട്ട് അവസാനം നീ വാരിക്കോരി എടുത്തിട്ട് നിന്റെ പോക്കറ്റിൽ നിന്ന് ചോക്ലേറ്റ് എടുത്ത് മോന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോ അവന്റെ കണ്ണ് വീണ്ടും നിറയുന്നു സ്നേഹം കൊണ്ട്. നീ അവനെ ചുരുരേ മുത്തം കൊടുക്കുകയാ, അവൻ നിന്നെ കെട്ടിപ്പിടിക്കുകയാ, സ്നേഹപ്രകടനങ്ങൾ നടത്തുകയാ. ഇത് തന്നല്ലേ എന്റെ പ്രിയപ്പെട്ട നെടുങ്ങോട്ടൂരിലെ പെങ്ങളെ പടച്ചോ ചെയ്യുന്നത്? അല്ലാഹു നീ ചോദിക്കുന്നത് തരാത്തത്